നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ MS എൽസ 3 എന്ന ചരക്ക് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടവും കണ്ടെയ്നറുകളിലെ ഉള്ളടക്കവും സംബന്ധിച്ച് ദുരൂഹത നീങ്ങുന്നില്ല. കണ്ടെയ്നർ കപ്പലിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നത്. കരയ്ക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കളാണ് ഉണ്ടായിരുന്നതെന്ന പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്ക മത്സ്യമേഖലയിലുണ്ട്. മത്സ്യബന്ധന മേഖലയെ ഈ അപകടം ബാധിച്ച മട്ടാണ്. മത്സ്യം വാങ്ങാൻ ആളുകൾ വിമുഖത കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ ആശങ്കകളാണ് തീരമേഖലയിലുള്ളത്. അതേസമയം നടപടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നതിൽ ഉറപ്പില്ല. തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. കപ്പൽ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടിക്ക് കേന്ദ്ര ഏജൻസികളും മടിക്കുന്നു. ഇതിനിടെ കേരളത്തിന് സമീപത്തെ കപ്പൽ ചാലിൽ 51 മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ നീക്കം ചെയ്യാൻ മാസങ്ങൾ എടുക്കുമെന്ന വിവരവും ലഭിച്ചു. കപ്പൽ അപകടത്തിന്റെ കാരണം കണ്ടുപിടിക്കേണ്ട ചുമതല ഡയറക്ടർ ജനറൽ ഷിപ്പിനാണെങ്കിലും കണ്ടെയ്നറുകളിലെ ചരക്ക്, അത് കടലിലുണ്ടാക്കുന്ന മലിനീകരണം, ലഭിക്കേണ്ട നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചൊന്നും ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്ന പ്രശ്നമുണ്ട്. കേരള തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈലിനപ്പുറത്താണ് അപകടമെന്നതിനാൽ സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയില്ലെന്ന വാദമാണ് സർക്കാരിൻ്റേത്. കേസെടുക്കുന്ന കാര്യം തെളിവ് ലഭിച്ച ശേഷം നോക്കാമെന്നാണ് നിലപാട്. എന്നാൽ 2016 കേന്ദ്രമിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷന് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലും നിയന്ത്രണങ്ങളോടെ ഇടപെടാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള കണ്ടെയ്നർ മാലിന്യങ്ങൾ ജില്ലയിലെ തീരദേശത്തു നിന്ന് നീക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ വീണ്ടും സജീവമായിട്ടുണ്ട്. വർക്കല, അഞ്ചുതെങ്ങ്, ചെറിയതുറ പ്രദേശങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് പെല്ലറ്റ് അടക്കമുള്ള വസ്തുക്കൾ കോസ്റ്റൽ പോലീസിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നീക്കി തുടങ്ങിയിരുന്നു. വൈകാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പലയിടത്തും ശേഖരിച്ച മാലിന്യം ചാക്കുകളിലായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏറ്റെടുക്കും. മഴ മാറി നിന്നാൽ തീരം വേഗം ശുചീകരിക്കാനാകും. ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞ പ്രദേശത്തെ ജലം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. കനത്ത തിരയിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾക്ക് മേൽ മണൽ വന്നു മൂടിയത് ചിലയിടത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മാലിന്യ നീക്കത്തിന് ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. കൊച്ചി തീരത്തോട് ചേർന്ന് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കേരള തീരത്ത് ഇതുവരെ 59 കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. ഇതിൽ 25 എണ്ണം ഭാഗികമായി നശിക്കുകയോ നമ്പർ വ്യക്തമാകാതിരിക്കുകയോ ചെയ്തതിനാൽ ഒരേ കണ്ടെയ്നറുകൾ തന്നെയാണോ എന്ന് വ്യക്തമല്ല. പൂർണ്ണമായും തകരാത്ത നിലയിൽ ലഭിച്ചത് 34 കണ്ടെയ്നറുകളാണ്. കൊല്ലം ജില്ലയിൽ തകർന്നതും പൂർണ്ണമായതും ഉൾപ്പെടെ 45 കണ്ടെയ്നറുകൾ ലഭിച്ചപ്പോൾ 2 എണ്ണമാണ് ആലപ്പുഴ ജില്ലയിലെ തീരത്തടിഞ്ഞത്. 12 എണ്ണം തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്തെത്തിയെന്നും സംസ്ഥാന സർക്കാരിന്റെ കണക്കിലുണ്ട്. തമിഴ്നാട് ഭാഗത്തും 2 എണ്ണം ലഭിച്ചതായി വിവരമുണ്ട്. ആകെ 643 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 284 എണ്ണം ഡോക്കിലായിരുന്നു. ഇവയിൽ എത്ര എണ്ണമാണ് കടലിൽ വീണതെന്ന് വ്യക്തതയില്ല. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ഇനിയും മാറ്റാനുള്ളത് 21 കണ്ടെയ്നറുകളാണ്. വാഹന സൗകര്യമില്ലാതെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ എങ്ങനെ മാറ്റുമെന്നതിലും അവ്യക്തത. വൈകാതെ തന്നെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാമെന്ന് കൊല്ലം കളക്ടർ പറഞ്ഞു. 8 ദിവസം മുമ്പ് കൊല്ലത്തെ വിവിധ പ്രദേശങ്ങളായി തീരത്തടിഞ്ഞത് 43 കണ്ടെയ്നറുകളാണ്. ആലപ്പാട്, വലിയഴീക്കൽ, നീണ്ടകര, ശക്തികുളങ്ങര, തിരുമുല്ലാവാരം എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. ശക്തികുളങ്ങരയിൽ നിന്നാണ് കണ്ടെയ്നറുകൾ നീക്കുന്ന പ്രവൃത്തി ആദ്യം തുടങ്ങിയത്. എന്നാൽ തീരത്തിനടുത്തേക്ക് വാഹന സൗകര്യമില്ലാത്ത തിരുവില്ലാപുരം പോലുള്ള സ്ഥലങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ എങ്ങനെ നീക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. തീരത്തു നിന്നും വലിയ ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് വലിച്ചു കയറ്റുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊല്ലം തുറമുഖത്ത് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചില കണ്ടെയ്നറുകളിലായിരുന്ന പ്ലാസ്റ്റിക്, തുണി എന്നിവ കപ്പൽ കമ്പനിക്ക് തന്നെ കൈമാറും. നിലവിൽ ഇത് കൊല്ലം തുറമുഖത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ കപ്പൽ മുങ്ങിയത് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണലും ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ്. കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റടങ്ങിയ പ്രദേശങ്ങളിലേക്കും രാജ്യത്തെ വിവിധ തീരപ്രദേശങ്ങളിലേക്കും നീങ്ങാൻ ഇടയാക്കിയിട്ടുണ്ട്. 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന് കപ്പൽ കമ്പനി അറിയിച്ചിരുന്നു. എന്നാൽ ഇത് എന്താണെന്ന് കപ്പൽ കമ്പനി വിശദീകരിച്ചിട്ടില്ല. അതിനാൽ അപകടകരമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് വിശദമായ വിവരങ്ങൾ കപ്പൽ കമ്പനി നൽകണമെന്ന് ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു.
ഹരിത ട്രൈബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവ് സ്വമേധയെടുത്ത കേസിൽ കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ, ഇൻകോയ്സ് എന്നിവർക്ക് നോട്ടീസ് അയച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തുറമുഖ മന്ത്രാലയത്തിന്റെ മറുപടി തേടിയിട്ടുണ്ട്. കേസ് ഈ മാസം 30 വീണ്ടും പരിഗണിക്കുമായിരുന്നു. മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ നിന്ന് ജില്ലയുടെ തീരങ്ങളിലടിഞ്ഞ കണ്ടെയ്നറുകളുടെയും മറ്റ് അവശിഷ്ടങ്ങളുടെയും വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. റവന്യൂ, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും വിവരശേഖരണത്തിൽ പങ്കാളികളാണ്. ഡ്രോൺ ഉപയോഗിച്ചാണ് നിരീക്ഷണം. മുക്കത്ത് സീൽ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കണ്ടെയ്നറിന്റെ നമ്പർ ഉപയോഗിച്ച് അതിൽ ന്യൂസ് പ്രിന്റ് ആണെന്ന് കസ്റ്റംസ് അധികൃതർ സ്ഥിരീകരിച്ചു. കണ്ടെയ്നറുകളിൽ ഉണ്ടെന്ന് സംശയിക്കുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ജില്ലയുടെ തീരങ്ങൾ അടിഞ്ഞിട്ടുണ്ട്. ശക്തികുളങ്ങര പള്ളിക്ക് സമീപം അടിഞ്ഞ ഒന്നൊഴികെയുള്ള കണ്ടെയ്നറുകൾ കരയിലേക്ക് മാറ്റി. ഒരെണ്ണം കടലിലേക്ക് പോയിട്ടുണ്ടെന്നും സാൽവേജ് ഓപ്പറേഷന് നേതൃത്വം നൽകുന്ന കമ്പനി അധികൃതർ അറിയിച്ചു. ഇവിടെ അടിഞ്ഞ കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊല്ലം പോർട്ടിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ശ്രമം വിജയിച്ചാൽ കണ്ടെയ്നറുകൾ വെട്ടിപ്പൊളിക്കാതെ പോർട്ടിൽ എത്തിക്കാൻ കഴിയും. കണ്ടെയ്നറുകൾ കയറ്റാനുള്ള ലോറികൾക്ക് കടന്നുവരാനുള്ള സൗകര്യം തീരത്തെ റോഡുകൾക്കില്ല. സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ ലോറി ഉപയോഗിച്ച്, ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ കയറ്റി നീക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നീണ്ടകര കടൽ ഭിത്തിയിലേക്ക് അടുത്ത കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. വീതിയില്ലാത്ത ഇടവഴികളിലൂടെ ക്രെയിൻ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ചെറിയ അഴീക്കൽ ഭാഗത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ ഇനിയും നീക്കിയിട്ടില്ല. ഒരു കണ്ടെയ്നറിൽ കാണപ്പെട്ട വെളുത്ത നിറത്തിലുള്ള കെട്ടുകൾ യന്ത്രസഹായത്തോടെ തീരത്തടുപ്പിച്ചെങ്കിലും കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. മുക്കത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറിന് സമീപത്തുണ്ടായിരുന്ന മണൽ മുഴുവൻ ഒലിച്ചുപോയി. കരയ്ക്കടിഞ്ഞ കണ്ടെയ്നർ ഇപ്പോൾ കടലിലേക്കായിട്ടുണ്ട്. മണൽ ഒലിച്ചുപോയതോടെ മത്സ്യബന്ധനവും അസാധ്യമായി. കാലാവസ്ഥ ശാന്തമായിരുന്നെങ്കിലും കണ്ടെയ്നറുകളുടെ നീക്കം കാര്യമായ രീതിയിൽ നടക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ. പരവൂർ ഭാഗത്ത് കണ്ടെത്തിയ കണ്ടെയ്നറിലെ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ പരവൂർ കായലിലേക്ക് ഒഴുകി എത്താൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. എന്നാൽ ജില്ലയിലെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഒന്നിലും അപകടകരമായ വസ്തുക്കളില്ലെന്ന് അധികൃതർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കണ്ടെയ്നറുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ കൂടുതൽ സമയമെടുത്തേക്കും. കണ്ടെയ്നറുകൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും കസ്റ്റംസ് അധികൃതരുടെയും നിരീക്ഷണവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ പൂർണ്ണമായും കൊല്ലം പോർട്ടിൽ എത്തിക്കാൻ കൂടുതൽ സമയം സാൽവേജ് ഓപ്പറേഷന് നേതൃത്വം നൽകുന്ന TNT സാൽവേജ് കമ്പനി അധികൃതർ നേടിയിട്ടുണ്ട്. കൃത്യമായി പദ്ധതി തയ്യാറാക്കി ജനങ്ങൾക്ക് തീര പരിസ്ഥിതിക്കും കോട്ടം തട്ടാത്ത കണ്ടെയ്നറുകൾ മാറ്റണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും അവിടെ അതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും അപകടകരമായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള വസ്തുക്കളാൽ തീരത്തിനോ തീരപ്രദേശത്തുള്ള ആളുകൾക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിനുള്ള എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ കണ്ടെയ്നറുകൾ നീക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.